ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരുടെയും ഓണാഘോഷമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചിട്ടുണ്ടാവും അല്ലേ എല്ലാവരും? നമ്മൾ അങ്ങനെ തന്നെ ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഓണസദ്യയൊക്കെ എൻ്റെ വീട്ടിലായതുകൊണ്ട് നമ്മളിവിടെ പൂക്കളൊക്കെ ഇട്ടതിന് ശേഷം എല്ലാവരും കൂടി എൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ നിന്ന് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഓണസദ്യയൊക്കെ കഴിച്ചു. അങ്ങനെ ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത ദിവസം നമ്മളൊരു കുഞ്ഞു ട്രിപ്പിന് പോയിട്ടുണ്ടായിരുന്നു, വെക്കേഷനൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാട്ടോ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഞാനുണ്ട്, മീനൂട്ടിയുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, സുനിയേട്ടനുണ്ട്, പിന്നെ നന്ദൂട്ടനും ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയാണേ പോകുന്നത്. അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല, കാലുവേദനയൊക്കെ ആയതുകൊണ്ട് അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെറുതാഴം രാഘവപുരം ക്ഷേത്രത്തിലേക്കാണേ വന്നിട്ടുള്ളത്. ഹനുമാരമ്പലം എന്നും കൂടി അറിയപ്പെടുന്ന ഒരു അമ്പലമാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ ഒരുപാട് നാളായി വിചാരിക്കുന്നുണ്ടായിരുന്നു ഇവിടെ വരണം, തൊഴണം എന്നെല്ലാം. പക്ഷെ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓരോ പ്രാവശ്യവും എന്തെങ്കിലുമൊക്കെ മുടക്കം വരും, അങ്ങനെ വരാൻ പറ്റാണ്ടാവും. അപ്പോൾ ഇന്നാണിപ്പോൾ അതിനുള്ള ദിവസമായിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ നമ്മളിവിടെ എത്തിയപ്പോൾ. അപ്പോൾ ഇതാ എന്തെല്ലാം ആയാലും നമ്മളിന്ന് എത്തിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എത്തിയപ്പോൾ ഇതാ ഇവിടെ ഒരു വലിയൊരു കുളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുളത്തിൽ കാലൊക്കെ കഴുകിയതിന് ശേഷം അകത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. നമ്മളങ്ങനെ പ്ലാൻ ചെയ്ത് വന്നതൊന്നുമല്ല കേട്ടോ ഇന്ന്. നമ്മൾ ഒരുപാട് പ്രാവശ്യം അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് വരാൻ പറ്റാണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഇന്നിപ്പോൾ രാവിലെ എണീറ്റപ്പോൾ നമുക്ക് തോന്നിയൊന്ന് നമുക്ക് പോയാലോ എന്ന് തോന്നി, അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ്. വരുമ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ചിലപ്പോൾ അമ്പലം അടച്ചിട്ടുണ്ടാവുമോ എന്നൊക്കെ. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ. പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് നട അടച്ചിട്ടുണ്ടായിരുന്നില്ലേ. അതന്നെ വലിയൊരു സന്തോഷം തോന്നി കേട്ടോ നമുക്ക് നട അടക്കാണ്ട് കണ്ടപ്പോൾ തന്നെ. അപ്പോൾ അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെ ഒരു കുളം ഉണ്ടായിരുന്നു. അപ്പോൾ കുളത്തിൽ കാലൊക്കെ കഴുകിയതിന് ശേഷം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാല് കഴുകാൻ വേണ്ടി കുളത്തിൽ ഇറങ്ങിയപ്പോൾ ഇതാ ഒരുപാട് മീനുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മീനുകളൊക്കെ കണ്ടപ്പോൾ നന്ദുവും മീനൂട്ടിയും കൂടിയിട്ട് കുളത്തിൽ അങ്ങനെ ഇരുന്നിട്ടുണ്ട്. ഫിഷ് തെറാപ്പി ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. നല്ല കുളമായിരുന്നു കേട്ടോ, വെള്ളമൊക്കെ നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളമൊക്കെ ആയിരുന്നു. അങ്ങനെ കാലൊക്കെ കഴുകി നമ്മളിത് അമ്പലത്തിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ അമ്പലം. ഇത് വളരെ പഴക്കമുള്ളൊരു അമ്പലമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വഴിപാടൊക്കെ കഴിക്കാനുണ്ടായിരുന്നു. അമ്മ അപ്പോൾ അതിന് വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊന്ന് പ്രദക്ഷിണം ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരുപാട് പ്രതിഷ്ഠയൊക്കെ ഉണ്ട്. ഭഗവതീൻ്റെ പ്രതിഷ്ഠയുണ്ട്, ശിവൻ്റെ പ്രതിഷ്ഠയുണ്ട്, അങ്ങനെ ഒരുപാട് പ്രതിഷ്ഠയൊക്കെ ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ശ്രീരാമസ്വാമിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. പക്ഷേ ഹനുമാൻ സ്വാമിക്കും അതേപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു അമ്പലമാണ് കേട്ടോ ഇത്. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ, അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. അറിയാത്തതുകൊണ്ടാണ് കേട്ടോ പറയാത്തത്. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ പ്രദർശനം വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരുപാട് ഡ്രോയിങ്സ് ഉണ്ടായിരുന്നു. ഹനുമാൻ സ്വാമീൻ്റെ ഒരുപാട് ഡ്രോയിങ്സ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഭക്തർ വരച്ച് സമർപ്പിച്ചതാണെന്ന് തോന്നുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഒരുപാട് ഡ്രോയിങ്സ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ നടക്കലായിരുന്നു. അതാ കണ്ടില്ലേ, ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ പ്രദർശനം ചെയ്തുകൊണ്ടിരിക്കലാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മീനൂട്ടി ഓരോരോ കുരുത്തക്കടൽ ഇങ്ങനെ ഒപ്പിക്കുന്നുണ്ട്. എന്നാലും രസമല്ലേ അല്ലേ, കുട്ടികൾക്കായാലും ഇങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ ഇതാ നല്ല ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. ഇതാ പുറകിലത്തെ കവാടാണേ, അമ്പലത്തിൻ്റെ പുറകിലത്തെ കവാടാണേ ആ കാണുന്നത്. അപ്പോൾ നമ്മളിതാ പ്രദക്ഷിണം ചെയ്ത് മുന്നിലേക്ക് എത്താൻ വേണ്ടി പോകുന്നുണ്ട്. നമ്മളങ്ങനെ പ്രദക്ഷിണമൊക്കെ ചെയ്ത് മുന്നിലെത്തിയപ്പോൾ ശീവേലി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നട തുറന്നിട്ട് കാണാൻ പറ്റുമെന്ന് പോലും വിചാരിച്ചിട്ടല്ലല്ലോ നമ്മൾ വന്നത്. അപ്പോൾ ശീവേലി കൂടി കാണാൻ പറ്റിയപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിട്ടാണ് തോന്നിയത്. ഭാഗ്യം കൊണ്ടാണ് അതൊക്കെ കാണാൻ പറ്റിയതെന്ന് തോന്നി. നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ വഴിപാട് കഴിച്ചതിൻ്റെ പ്രസാദമൊക്കെ ശീവേലി കഴിഞ്ഞതിന് ശേഷം മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മളങ്ങനെ അവിടെ നിന്നു. ശീവേലി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അകത്ത് കയറി തൊഴാനും പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ശീവേലി കഴിയുന്നവരവിടെ നിന്നു. അതിനുശേഷം അകത്തൊക്കെ കയറി തൊഴുതു. പിന്നെ അവിടുന്ന് പ്രസാദമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 12:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ ഇതാ ശീവേലി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം അകത്ത് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അകത്തൊക്കെ കയറി തൊഴുതിന് ശേഷം നമുക്കിതാ പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ പ്രസാദം എന്ന് വെച്ചാൽ അവിൽ പ്രസാദമാണ് പ്രധാനമായിട്ടുള്ളൊരു വഴിപാട്. അപ്പോൾ അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തൊഴലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ അമ്പലത്തിൻ്റെ കുറച്ച് ദൂരെ നിന്നുള്ളൊരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ നമ്മളിതാ വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വണ്ടിയിൽ കയറിയ പിന്നെ നമ്മളിതാ ആക്രാന്തം പിടിച്ച പോലെ അവിൽ പ്രസാദം കഴിക്കലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോകുമ്പോൾ വീട്ടിൽ നിന്ന് അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. മീനൂട്ടിക്ക് നല്ല വിശപ്പായിരുന്നു.
അപ്പോൾ വണ്ടിയിൽ കയറിയ പാടന്നെ എല്ലാവരും അവൽ കഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീനുട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ, ടാറ്റാ.